ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി ഇന്ന് ബർമിംഗ്ഹാം സിറ്റി സെൻറ്ററിലേക്ക് പോവുകയാണ്. ഇന്ന് എനിക്കൊരു നൈറ്റ് ഓഫ് ആയിരുന്നു. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉറങ്ങി, അതിനുശേഷം എണീറ്റ് റെഡിയായി ഇപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതാ നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മോസ്റ്റ്ലി വില്ലേജ്. കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാകും, ഇതേ സ്ഥലം തന്നെയാണ്. അത് രാത്രിയായിരുന്നു, ഇത് ഡേ ലൈറ്റാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് ഞങ്ങൾ എത്തി. സാധാരണ ഇവിടെ ഡിസ്പ്ലേയിൽ എത്ര ടൈമിലാണ് ബസ് വരുന്നതെന്നൊക്കെ കൃത്യമായി കാണിക്കുന്നതാണ്. ഈ ഡിസ്പ്ലേ ഇവിടുത്തെ വർക്കിംഗ് അല്ല, അതുകൊണ്ട് തന്നെ എവറി 4 minutes ഇവിടെ ബസ് വരാറുണ്ട്. ഇതാ ഇപ്പോൾ ഒരു ബസ് വന്നുകൊണ്ടിരിക്കുകയാണ്. 50 നമ്പർ ബസ്സാണ് എപ്പോഴും ബർമിംഗ്ഹാം സിറ്റിയിലേക്ക് പോകുന്നത്. അപ്പം ഞങ്ങളിതാ കൈ കാണിച്ച് ബസ്സിൽ കയറി. അപ്പം ഞാൻ സാധാരണ കാർഡ് ടാപ്പ് ചെയ്യാറാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡേ സേവർ എന്ന് പറയും. ഡേ സേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ നമുക്ക് ബസ്സിൽ എവിടെ വേണമെങ്കിലും, ബർമിംഗ്ഹാം സിറ്റിയിൽ തന്നെ എവിടെ വേണമെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരു ഇൻഡിവിജ്വൽ പാസ്സാണ് എടുത്തേക്കുന്നത്. തിരിച്ച് ഊബറിന് വരാമെന്നുള്ളൊരു പ്ലാനിൽ തന്നെ ഇൻഡിവിജ്വൽ പാസ്സാണ് എടുത്തേക്കുന്നത്. ഇവിടെ ശരിക്കും കണ്ടക്ടർ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ കിളി അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരാൾ തന്നെയാണ്, ഡ്രൈവർ തന്നെയാണ്. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ കാർഡ് ടാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ എവിടേക്കാണ് പോകേണ്ടത് എന്ന് പറയുമ്പോൾ അവർ നമുക്ക് ടിക്കറ്റ് പ്രിൻ്റ് ചെയ്ത് തരികയോ ചെയ്യുകയാണ് ചെയ്യുന്നത്. എനിക്കെപ്പോഴും ബസ്സിൽ ഏറ്റവും മുകളിലത്തെ സീറ്റിലിരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ പോയി അവിടെ ഒരു സീറ്റൊക്കെ കണ്ടുപിടിച്ച് അവിടേക്ക് ഇരുന്നു. അപ്പോൾ ഏകദേശം ബർമിംഗ്ഹാം സിറ്റിയിലേക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 19 to 25 minutes ഒക്കെ വരാറുണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ ടൈമാണ്. ഇപ്പോൾ ഞങ്ങൾ ഈവനിങ് പോകുന്നുണ്ട്, ഏകദേശം സ്കൂൾ ടൈമൊക്കെ ആയിരിക്കും. അപ്പോൾ റോഡിൽ നല്ല തിരക്കായിരിക്കും, നല്ല ട്രാഫിക് ഉണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 20-25 minutes ഒക്കെ എടുക്കാറുണ്ട്. അങ്ങനെ റോഡിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം സിറ്റി സെൻറ്റർ എത്താനാവുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെയോ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് നേരമായിട്ട് 2-3 ഫയർഫോഴ്സുകൾ ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോകുന്നത് കാണുന്നുണ്ട്. എവിടെയെങ്കിലും അടുത്തെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഇനിയൊരു 5 minutes ഞങ്ങൾ സിറ്റി സെൻറ്ററിൽ എത്തും. ഇവിടെ അടുത്താണ് കോച്ച് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ KSRTC സ്റ്റാൻഡൊക്കെ പോലെ ദൂരേക്കൊക്കെ സ്ഥലത്ത് പോകാൻ ആവശ്യമായിട്ടുള്ള ബസ്സുകളൊക്കെ വരുന്ന ഒരു സ്റ്റേഷനാണ് കോച്ച് സ്റ്റേഷൻ. അപ്പോൾ ഞങ്ങൾ ലണ്ടൻ അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു 2-3 hours ഒക്കെ ദൂരമുള്ള സ്ഥലത്തേക്ക് നമ്മളെപ്പോഴും കോച്ച് കയറിയിട്ടാണ് പോകാറുള്ളത്. അങ്ങനെ തന്നെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ വീഡിയോയിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ബുൾറിംഗ് ഓപ്പൺ മാർക്കറ്റ്. UK എനിക്ക് തോന്നുന്നു 2 സ്ഥലത്തെ ഓപ്പൺ മാർക്കറ്റ് ഉള്ളൂ. അതൊന്ന് ബർമിംഗ്ഹാമിലാണ്. നല്ല വലിയൊരു, നാട്ടിലെ പോലെ തന്നെ വലിയൊരു ഓപ്പൺ മാർക്കറ്റാണ്. അവിടെ നമുക്ക് എല്ലാ രീതിയിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കിട്ടും. നാട്ടിലെ പോലെ തന്നെ ഇങ്ങനെ അവർ ബൗളിലാക്കി വെച്ചിരിക്കും. ഏതെടുത്താലും 10 രൂപ എന്ന് നാട്ടിൽ പറയുന്നത് തന്നെ ഏതെടുത്താലും 1 pound 2 pound അത്രയേ ഉള്ളൂ മാക്സിമം ഇവിടെ എല്ലാത്തിനും. മാത്രമല്ല ഈവനിങ് ടൈം വരുവാണെങ്കിൽ അവർ സ്റ്റോക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം തന്നെ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കാറുണ്ട്. നമുക്ക് വേണമെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് പോലെയോ നമ്മുടെ സൗകര്യം അനുസരിച്ച് ഇഷ്ടം പോലെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങി ഇൻഡോർ മാർക്കറ്റിലേക്ക് കയറണം. ഇൻഡോർ മാർക്കറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് കിച്ചൺ യൂട്ടൻസിൽസ്, പ്ലാസ്റ്റിക് ഐറ്റംസ്, കർട്ടൻസ്, ബെഡ്ഷീറ്റ്, ചുരിദാർ മെറ്റീരിയൽസ്, ഡ്രസ് മെറ്റീരിയൽസ്, ബാഗ്, മൊബൈൽ ആക്സസറീസ്, അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ കിട്ടുമെന്ന് മാത്രമല്ല ഏറ്റവും കുറഞ്ഞ പ്രൈസിലാണ് അവിടെ കിട്ടുന്നത്. കൂടാതെ ബാർഗെയിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും അവിടെ അവൈലബിൾ ആണ്. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഇൻഡോർ മാർക്കറ്റിലേക്ക് കയറുകയാണ്. ഇവിടെ എല്ലാ തരത്തിലുള്ള ഫിഷും മീറ്റും ഒക്കെ അവൈലബിൾ ആണ്. നാട്ടിലുള്ള എല്ലാ മീനും, നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായ ഒരുപാട് മീനുകൾ ഇവിടെ കിട്ടും. ഫ്രഷ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഴ്ചയിൽ ഫ്രഷ് പോലെ തന്നെ ഇരിക്കും.
അത്യാവശ്യം ടേസ്റ്റ് ആണെങ്കിലും ഫ്രഷ് മീൻ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പം ഞങ്ങൾ ഇന്ന് 1 കിലോ ബീഫും 1 കിലോ മീനുമാണ് ഇവിടുന്ന് വാങ്ങിയത്. ഇവിടുന്ന് വാങ്ങിച്ചിട്ട് ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. ബർമിംഗ്ഹാം സിറ്റിയിലെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ ഒരു പള്ളി. ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ഒത്തിരി പഴയ ഒരു പള്ളിയാണല്ലോ ഇതെന്ന്. ഇതിനകത്ത് ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. എന്നാലും ഇതിൻ്റെ ഒരു സൈഡ് വ്യൂവും ഒരു ഫ്രണ്ട് വ്യൂവും ഒക്കെ വളരെ ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ പള്ളിയുടെ പേര് സെൻറ്റ് മാർട്ടിൻസ് ചർച്ച് എന്നാണ്. ഞാനിവിടെ ഫസ്റ്റ് വന്നപ്പോൾ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഇത് കാണുമ്പോൾ എപ്പോഴും നിന്ന് ഇതിൻ്റെ ഭംഗി ഞാൻ ആസ്വദിക്കാറുണ്ട്. ആ പോകുന്ന വഴിയിൽ ഞങ്ങൾ അതിൻ്റെ മിററിലൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് മെല്ലെ അതിൻ്റെ അകത്തേക്ക് പോവാണ്. അതിനുശേഷം ഞങ്ങൾ അവിടെ കൂടെ നടന്ന് ഇനി ഗ്രാൻഡ് സെൻറ്ററിലേക്ക് പോവാണ്. ഗ്രാൻഡ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് മോൾ പോലെയാണ് ഇവിടെ. ഇവിടെ നിങ്ങൾ കാണുന്ന വലിയ ബിൽഡിംഗ് ആണ് പ്രൈമാർക്ക്. ഇവിടെ നിന്നാണ് ഞങ്ങൾ എപ്പോഴും ഡ്രസ്സൊക്കെ വാങ്ങാറുള്ളത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഗ്രാൻഡ് സെൻറ്ററിനകത്തേക്ക് കയറി. ഇവിടെ ഒരു ഫ്രണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അവൻ വന്നിട്ട് ഏകദേശം ഒരു 1 hour ആയി. ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് മെല്ലെ അവൻ്റെ അടുക്കിലേക്ക് പോവാണ്. അവൻ ബ്ലാക്ക് പൂളിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവൻ എവിടെയെന്ന് ഞങ്ങൾ നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഫോൺ വിളിച്ച് നോക്കി എവിടെയാണ് നിൽക്കുന്നതെന്ന്. അങ്ങനെ ആളെ ഞങ്ങൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആള് ഏകദേശം മേലത്തെ നിലയിലാണ് നിൽക്കുന്നത്. ഈ ഒരു ഗ്രാൻഡ് സെൻറ്ററിൻ്റെ അകത്ത് ഏകദേശം എല്ലാ തന്നെ ബ്രാൻഡഡ് ഐറ്റംസും ഉണ്ട്. ഇതിനകത്തിലൂടെ വെറുതെ നടന്നാൽ മതി, സമയം പോകുന്നത് നമ്മൾ പോലും അറിയില്ല. പ്രത്യേകിച്ച് ഞാനും എൻ്റെ ഫ്രണ്ട്സും വരികയാണെങ്കിൽ എപ്പോഴും ഒന്നെങ്കിൽ ഡ്രസ്സിൻ്റെ ഷോപ്പിലുണ്ടാവും, ഇല്ലെങ്കിൽ മേക്കപ്പ് ഷോപ്പിലുണ്ടാവും. എപ്പോഴും അവിടെ പോവുക, വെറുതെ ഇട്ട് നോക്കുക, എന്നിട്ട് ഇറങ്ങുക. ഇതാണ് ഞങ്ങളുടെ സ്ഥിരം പരിപാടി. അപ്പോൾ ഫോൺ വിളിച്ചെങ്കിലും ആൾക്കിതുവരെ മനസ്സിലായിട്ടില്ല ഞങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്. അങ്ങനെ കുറച്ച് ഡയറക്ഷനൊക്കെ പറഞ്ഞെടുത്ത് ഒടുവിൽ ഞങ്ങളെ കണ്ടു. അങ്ങനെ ഞങ്ങൾ എസ്കലേറ്ററൊക്കെ കയറി ഏറ്റവും മേലത്തെ നിലയിൽ പോയി അവനെ മീറ്റ് ചെയ്തു. ആനന്ദ് എന്നാണ് പേര്. ആനന്ദ് നെക്സ്റ്റ് വീക്ക് നാട്ടിൽ പോവാണ്. നാട്ടിൽ പോകുന്ന പ്രമാണിച്ച് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് ഇവിടേക്ക് വന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് റിവർ ഐലൻഡിൽ കയറി. അവന് നാട്ടിലേക്ക് പോകുന്ന പ്രമാണിച്ച് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ചെയ്ത് അവിടെയുള്ള ബാഗും ഡ്രസ്സും ഒക്കെ നോക്കി. എനിക്ക് പൊതുവേ റിവർ ഐലൻഡിലെ ബാഗുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാണാൻ നല്ലൊരു ക്ലാസിക് ലുക്കുകളാണ് എല്ലാ ബാഗിനും. ഡ്രസ്സ് നോക്കിയപ്പോൾ ഇപ്പോൾ കുറേ സമ്മർ കളക്ഷനാണ് ഉള്ളത്. പക്ഷേ സമ്മർ കളക്ഷൻ അത്രയ്ക്ക് അങ്ങോട്ടൊരു ഭംഗിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ബാഗൊക്കെ വാങ്ങി. പിന്നെ എവിടെ ഒരു ലോങ് മിറർ കണ്ടാലും ഫോട്ടോ എടുക്കാതെ വെറുതെ വിടില്ല ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോയും ഫോട്ടോയും ഒക്കെ അതിന് മുമ്പിൽ നിന്നെടുത്തു. ആ ഒരു ടൈം കൊണ്ട് ആനന്ദ് ബില്ലൊക്കെ ചെയ്ത് നേരെ അവിടേക്ക് ഞങ്ങളുടെ കൂടെ വന്ന് ജോയിൻ ചെയ്തു ഫോട്ടോയിൽ. അതിനുശേഷം ഞങ്ങൾ അവിടെ ഫോട്ടോയും വീഡിയോ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ആ മുഖം കണ്ടാലേറെ നാട്ടിൽ പോകുന്നതിൻ്റെ നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് അവൻ്റെ മുഖത്തുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഒരു ജ്യൂസ് ബാർ കണ്ടത്. നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ടേക്ക് പോയി. ഇന്ന് ഞങ്ങൾ ട്രൈ ചെയ്തത് മാംഗോ ടാങ്കോ ആണ്. മാംഗോ ടാങ്കോ കുഴപ്പമില്ല, ഒരു ഫ്രൂട്ട് പൾപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഓക്കെ സാധനം. അപ്പോൾ ഞങ്ങൾ മാംഗോ ടാങ്കോ ഒക്കെ വാങ്ങിച്ച് കുടിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് അത് തീർത്തത്. ഞങ്ങൾ കുടിച്ച് നേരെ അടുത്ത ഷോപ്പുകളിലേക്ക് പോയി. പെർഫ്യൂം വാങ്ങി, പിന്നെ വേറെ ഡ്രസ്സ് നോക്കി, ഷൂസ് നോക്കി, അങ്ങനെ ഒരു 3-4 ഐറ്റമൊക്കെ അവിടെ നിന്ന് വാങ്ങി. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും പുറത്തേക്ക് ഇറങ്ങി. ഇന്ന് വലിയൊരു തിരക്കൊന്നും ഇവിടെ ഇല്ല, എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ വന്ന് റിലാക്സ് ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ ഏകദേശം സമയം ഒരു 7 മണി ആവാറായി. അപ്പോൾ എങ്ങനെയും മെല്ലെ ഇനി വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഊബർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആനന്ദ് ഇപ്പോൾ. അങ്ങനെ ഞങ്ങൾ നേരെ ഊബറിൻ്റെ സ്പോട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബസ് സ്റ്റോപ്പ്. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ മൂർ സ്ട്രീറ്റ് എന്ന് കാണുന്നത് റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ 2 റെയിൽവേ സ്റ്റേഷനാണ്. ഒന്നിതും ഒന്ന് ന്യൂ സ്ട്രീറ്റ് സ്റ്റേഷനും. അപ്പോൾ ഞങ്ങൾ നേരെ ഊബർ ബുക്ക് ചെയ്ത സ്പോട്ട് പ്രൈമാർക്കിൻ്റെ സൈഡിലായിരുന്നു. ഞങ്ങൾ ആദ്യം റോങ് ആയിട്ടുള്ള സൈഡിലാണ് നിന്നത്. അങ്ങനെ മെല്ലെ ഞങ്ങൾ ആ സൈഡിലേക്ക് പോയി ഊബർ ഡ്രൈവറിനെ കണ്ടുപിടിച്ചു. ഊബറിൽ കയറി. അങ്ങനെ ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വ്ളോഗ് ഇവിടെ എൻഡ് ആവുകയാണെങ്കിലും ഇതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം വീട്ടിലിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അതിന് ശേഷമാണ് പിരിഞ്ഞത്. അപ്പോൾ ഈ ഒരു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണുന്നത് വരെ ബൈ.